നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വർക്ക് ആണ് ആദ്യത്തെ കൺസെപ്റ്റ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇതാണ്, ഫോഴ്സ് ഉള്ള കൊടുക്കുന്ന ഡയറക്ഷൻ. ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് അതെന്താണ്? എഫ് കോസ് തീറ്റയാണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ എഫ് കോസ് തീറ്റയെ വെറുതെ എഫിനെ ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയല്ല, എഫ് കോസ് തീറ്റയാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻടു ഡി ഓർ എഫ് കോസ് തീറ്റ ഇൻടു ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് വെക്ടർ ഫോമിൽ സ്കെയിലാർ പ്രോഡക്റ്റിന്റെ ഫോമിൽ എഴുതുമ്പോൾ വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി എന്ന് വരും. Work done by a force, ഒരു important sentence ആണ്, is defined to be the product of component of the force in the direction of displacement. കണ്ടോ, component of force in the direction of displacement and magnitude of displacement. അതായത് product of component of force in the direction of displacement and displacement. So W is equal to F dot D. ഇനി ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വർക്ക് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. എപ്പോഴൊക്കെയാണ് വർക്ക് 0 ആവാം? വളരെ എളുപ്പത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ വർക്ക് 0 ആവും, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് 0 ആയാൽ വർക്ക് 0 ആവും. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരുന്ന കേസ് എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എ വെയിറ്റ് ലിഫ്റ്റർ ഹോൾഡിംഗ് എ വെയിറ്റ് ഓൺ ഇറ്റ്സ് ഷോൾഡർ. നമ്മളൊരു സിമെന്റിന്റെ ചാക്കുമായി തലയിൽ വെച്ചിട്ട് അനങ്ങാതെ നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഫിസിക്സ് പ്രകാരം നമ്മളൊരു വർക്കും ചെയ്യുന്നില്ല, നമ്മളൊരു പണി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. കാരണം നമ്മൾ വളരെ വലിയ വെയിറ്റ് തലയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഫിസിക്സ് പ്രകാരം എന്ത് ചെയ്തിട്ടില്ല, നമ്മളൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. കാരണം നമ്മൾ അനങ്ങുന്നില്ല, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഡി, ഈ ഇക്വേഷനിൽ ഡി 0 ആണ്. സോ വർക്ക് ഡൺ എന്താണ്? 0. ഈ ഫോഴ്സ് 0 ആയാലും, അതായത് നമ്മൾ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല, വസ്തുവിന് മുകളിൽ നമ്മൾ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേബിളാണ്, നമ്മൾ അതിന്റെ മുകളിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു വളരെ മിനുസമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെക്കുക. അപ്പൊ ആ ടേബിളിന്റെ മുകളിലൂടെ അതിങ്ങനെ ഒരസി നീങ്ങി അങ്ങോട്ട് പോവാം, നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ല. എങ്കിൽ ഫോഴ്സ്, നമ്മൾ അതിനുള്ള ഒരു ഫോഴ്സും ചെയ്യുന്നില്ല, നമ്മളൊരു ഫോഴ്സും അതിന്റെ മുകളിൽ കൊടുക്കുന്നില്ല അതിനെ നീക്കാൻ. സോ വർക്ക് ഡൺ എന്താവും? 0. ഫോർ എ ബ്ലോക്ക് മൂവിംഗ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ വർക്ക് ഡൺ ഈസ് 0. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതെന്താ കേസ്? എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ഇൻടു ഡി ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 90 എന്താണ്? 0 ആണ്. അപ്പോഴും വർക്ക് ഡൺ 0 ആണ്. അതിലും നോക്കൂ, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു ഭാരം തലയിലെടുത്ത് ഒരു റോഡിന്റെ മുകളിലൂടെ നടന്നു പോവുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ ഭാരം, നമ്മുടെ തലയിലുള്ള ഭാരം ഭൂമി അതിനെ പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലെ? സോ ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? തലയുടെ നിന്ന് താഴേക്കാണ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുന്നോട്ടേക്കാണ്, പരന്നു കിടക്കുന്ന റോഡിലേക്കാണ് നമ്മൾ നടക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും അവിടെ എന്താണ്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നാണ് ഫിസിക്സ് പ്രകാരം ഉള്ള പ്രവൃത്തിയുടെ ഡെഫിനിഷൻ. ഇനി വർക്ക് എപ്പോഴൊക്കെയാണ് പോസിറ്റീവ്? അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ കേസ് വർക്ക് 0 ആവുന്നതാണ്. ഇനി എപ്പോഴൊക്കെയാണ് വർക്ക് പോസിറ്റീവ് ആവുക? വർക്ക് ഫോഴ്സ് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം, അതുപോലെ തന്നെ എന്ത് വേണം? കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, കോസ് തീറ്റ. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. അപ്പൊ ഈ 0 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ ആംഗിൾ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ ആണെങ്കിൽ ആ വർക്ക് ഡൺ എന്ത് വർക്കായിരിക്കും? പോസിറ്റീവ് വർക്കായിരിക്കും. നോക്കൂ, മാൻ പുഷിങ് എ ബ്ലോക്ക് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. നമ്മളൊരു കട്ടി അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ്, വെയിറ്റ് ഉള്ള കാർഡ്ബോർഡ് ബോക്സിനെ നീക്കുകയാണ്, നമ്മൾ അതിനെ പുഷ് ചെയ്യാണ്. നമ്മൾ പുഷ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്താണ് അവിടെ? വർക്ക് ഡൺ പോസിറ്റീവ് വർക്കാണ്. ഈ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അപ്പോൾ
തീറ്റ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും എന്താണ് കോസ് 90 0 ആണ്, കോസ് 180 -1 ആണ്. അപ്പോൾ തീറ്റ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ വർക്ക് ഡൺ എന്താണ് നെഗറ്റീവ് ആണ്. എന്താണ് അതിന്റെ എക്സാമ്പിൾ? When a body is moved over a rough surface, work done by friction is negative. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു വസ്തു മേശയുടെ മുകളിലിരിക്കുന്ന പുസ്തകം നമ്മൾ കൈകൊണ്ട് തള്ളിയിട്ട് നീക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്കാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും പുസ്തകത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണ്. തീറ്റ = 0 ആണ്, പോസിറ്റീവ് വർക്കാണ്. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ ഈ പുസ്തകത്തിന്റെയും മേശേന്റെ ഇടയിൽ, അതിന്റെ ഭാഗത്ത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴോ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ തീറ്റ = 180 ഡിഗ്രിയാണ്. അപ്പൊ കോസ് 180 -1 ആണ്. അപ്പൊ വർക്ക് ഡൺ എന്താണ് നെഗറ്റീവ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് ഇടുന്നു, വർക്ക് ഡൺ ബൈ എർത്ത് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഫോഴ്സ്, ഗ്രാവിറ്റിയിൽ ഫോഴ്സ് എപ്പോഴും താഴേക്കാണ് പിടിച്ചു വയ്ക്കുക അല്ലെ. പക്ഷെ കല്ല് അല്ലെങ്കിൽ ബോൾ പോകുന്നത് മുകളിലേക്കാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്, ഗ്രാവിറ്റിയുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്തായി, നമ്മൾ നേരെ കുത്തനെ മുകളിലേക്ക് ഇടുന്ന കേട്ടോ, പാരബോള അല്ല പറയുന്നത്, നമ്മൾ നേരെ കുത്തനെ മുകളിലേക്ക് ഇടുന്ന ഒരു കല്ലിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. തീറ്റ 180 ഡിഗ്രി ആയി, വർക്ക് ഡൺ നെഗറ്റീവ് ആയി. SI യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? അതൊരു ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്, ജൂൾ ആണ്. എന്താണ് എനർജി എന്ന് പറഞ്ഞാൽ? കപ്പാസിറ്റി ടു ഡു വർക്കാണ്. എനർജി കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ ഡയമെൻഷൻ ഓഫ് എനർജിയുടെ വർക്കിന്റെയും എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന സിമ്പിൾ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ F × d. അപ്പോ ഫോഴ്സിന്റെ എന്താണ് ഡയമെൻഷൻ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ, m × L_t⁻². അതിന്റെ കൂടെ ഒരു ഡിസ്പ്ലേസ്മെന്റും കൂടി വരുമ്പോൾ ഒരു എല്ലും കൂടി, അപ്പൊ mL²t⁻². ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേറെയും വർക്കിന് വേറെയും യൂണിറ്റ്സ് ഉണ്ട്. SI യൂണിറ്റ് ജൂൾ ആണ്, അല്ലെങ്കിൽ വർക്കിനോ അല്ലെങ്കിൽ എനർജിക്കോ വേറെയും യൂണിറ്റുകൾ ഉണ്ട്. SI യൂണിറ്റ് ജൂൾ ആണ്. ഏതൊക്കെയാണ് വേറെ യൂണിറ്റ്? CGS യൂണിറ്റ് എർഗ് ആണ്, ERG എർഗ് എന്നാണ് അത് വായിക്കുക. 10⁻⁻7 ജൂൾ ആണ്, അല്ലെങ്കിൽ 1 ജൂൾ = 10⁻7 എർഗ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കെമിസ്ട്രി കേട്ടിട്ടുണ്ടാവും. 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19 ജൂൾ ആണ്. 1 കലോറി 4.186 ജൂൾ ആണ്. 1 കിലോവാട്ട് അവർ. ഇതിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒക്കെ ബില്ല് വരിക. യൂണിറ്റ് എന്നൊക്കെ പറയില്ലേ, 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഈ യൂണിറ്റിലാണ്. കിലോവാട്ട് അവർ 3.6 × 10⁻6 ജൂൾസ്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ വാക്കുകളും ഈ ഡാറ്റയും ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. A cyclist comes to a skidding stop in 10 meter. ഒരു സൈക്കിള് ഓടിച്ച ഒരാൾ വരുന്നു, അയാൾ സ്കിഡ് ചെയ്യുന്നു. സ്കിഡ് ചെയ്തിട്ട് സൈക്കിള് പോയി നിൽക്കുന്ന ദൂരം, അല്ലെങ്കിൽ സ്കിഡ് ചെയ്ത് സൈക്കിള് 10 മീറ്ററും കൂടി മുന്നോട്ട് പോയിട്ടാണ് നിൽക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു റോഡ് സൈക്കിളിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. ആൻഡ് ഇസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ദ മോഷൻ. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൈക്കിൾ നിൽക്കുന്നത്. ഹൗ മച്ച് വർക്ക് ഡസ് ദ റോഡ് ഡു ഓൺ ദി സൈക്കിൾ? ആ റോഡ് സൈക്കിളിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് സൈക്കിൾ നിൽക്കുന്നത്. ആ വർക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നും. നമ്മൾ ആ റോഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കും. ഇനി എത്ര വർക്ക് അല്ലെങ്കിൽ എത്ര വർക്കാണ് ഈ റോഡ് സൈക്കിളിന്റെ മുകളിൽ ചെയ്തത് എന്നറിയണമെങ്കിൽ വർക്ക് ഡൺ = F.D അല്ലെങ്കിൽ FD cos θ. അപ്പൊ ഇവിടെ റോഡും സൈക്കിള് മുന്നോട്ടാണ് പോകുന്നത് അല്ലെ. ദ സ്റ്റോപ്പിംഗ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ തീറ്റ, അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ = എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ വർക്ക് ഡൺ ബൈ ദി റോഡ് ഓൺ ദി സൈക്കിൾ FD cos θ. F 200 ന്യൂട്ടൺ ആണെന്നുണ്ട്, D 10 മീറ്റർ ആണെന്നുണ്ട്, cos 180. -2000 ജൂൾ ആണ് കിട്ടുക. എന്താണ് ഈ മൈനസ് സൈന്? ഈ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞു സൈക്കിൾ എന്ത് ചെയ്യുന്നത്? പോയി നിൽക്കുന്നത്. നെഗറ്റീവ് വർക്ക് ബ്രിങ്സ് ദ സൈക്കിൾ ടു ഹോൾട്ട്. നിൽക്കാൻ സഹായിക്കുന്നത് ആ നെഗറ്റീവ് വർക്കാണ്. ബൈ ദി വർക്ക് എനർജി തിയറം. ഈ എനർജി അല്ലെങ്കിൽ വർക്ക് ആണ് ആ സൈക്കിളിന് എന്ത് ചെയ്യുന്നത്? പോയി നിർത്താൻ സഹായിക്കുന്നത്.
രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൗ മച്ച് വർക്ക്, നേരെ തിരിച്ച്, ഡസ് ദ സൈക്കിൾ ഡു ഓൺ ദി റോഡ്? വീണ്ടും ചെയ്യണമെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം റോഡ് സൈക്കിളിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന അതേ ഫോഴ്സ് സൈക്കിൾ റോഡിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. By Newton's third law, an equal and opposite force acts on the road due to cycle. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ്, ആ ഫോഴ്സ് എത്ര തന്നെയാണ്? 200 ന്യൂട്ടൺ തന്നെയാണ്. ഇനി വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എഫ് ഡി കോസ് തീറ്റ. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്, സൈക്കിൾ വീഴുന്നത് കൊണ്ട് റോഡിന് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. റോഡ് ഓൾവേസ് സ്റ്റില്ലാണ്. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പോ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ബൈ ദി സൈക്കിൾ ഓൺ ദി റോഡ് ഈസ് 0. However, the road undergoes no displacement, so work done by cycle on the road is 0. അപ്പോൾ അടുത്ത ടേമിലേക്ക് പോവാണ്. നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി എനർജി. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. രണ്ട് തരത്തിലുള്ള എനർജി നിങ്ങൾ വളരെ സ്വാഭാവികമായി കേട്ടിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി ഡ്യൂ ടു മോഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്നാണെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. നോക്കൂ, കൈനറ്റിക് എനർജി ഡ്യൂ ടു മോഷൻ, എനർജി ഡ്യൂ ടു മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം വൺ വേർഡ് ചോദ്യമാണ് കൈനറ്റിക് എനർജി, എനർജി ഡ്യൂ ടു മോഷൻ. എന്താണ് ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². എനർജി, വർക്കും എനർജിയും, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആണ്. കണ്ടോ, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്. പക്ഷെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം വർക്ക് ഒരു സ്കെയിലാർ ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കൈനറ്റിക് എനർജിക്ക് എങ്ങനെയാണ് നമുക്ക് കൈനറ്റിക് എനർജി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാഫ് mv² ആണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ആ എക്സ്പ്രഷൻ വരുന്നത് നോക്കാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma, സോ വർക്ക് ഈസ് ഈക്വൽ ടു mas. ഇനി എങ്ങനെയാ ഇതെന്താ ടീച്ചറെ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എടുത്തത്? എഫ് ഡോട്ട് ഡി എന്ന് എടുക്കണ്ടേ? വേണം. വളരെ എളുപ്പമുള്ള കണ്ടീഷൻ എടുത്തതാണ്. എഫ് ഡോട്ട് എസ് എന്ന് എടുക്കുകയാണെങ്കിൽ എഫ് എസ് കോസ് തീറ്റ, തീറ്റ ഈക്വൽ ടു 0 ഉള്ള കണ്ടീഷൻ എടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻ എടുക്കുന്നു. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ് എന്ന കണ്ടീഷൻ എടുത്താൽ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ കോസ് 0 1. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ W is equal to MAS കിട്ടി. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുക. V² is equal to U² plus 2AS. ആദ്യം വസ്തു റെസ്റ്റിലാണെന്ന് വിചാരിക്കും. അപ്പൊ U എന്തായി? 0 ആയി. അപ്പൊ V² is equal to 2AS ആയി. അതിൽ നിന്ന് AS is equal to half V² എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W is equal to M കഴിഞ്ഞിട്ട് AS ന് പകരം half V² എന്നിട്ട് കൊടുക്കുക. അപ്പൊ half mv² എന്ന് കിട്ടും. ഈ വർക്ക് ഡൺ ആണ് വസ്തുവിന്റെ എന്തായിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഇതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. നോക്കാം. In a ballistic demonstrations, a police officer fires a bullet of mass 50 gram with speed 200 meter per second on soft plywood of thickness 2 centimeter. Bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? ബാലിസ്റ്റിക്സ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർക്കും പട്ടാളക്കാർക്കൊക്കെ അവരുടെ അമ്യൂണിഷൻസ്, വാർ ആൻഡ് അമ്യൂണിഷൻസ് അല്ലെങ്കിൽ തോക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ചില ഇവന്റുകൾ ഉണ്ടാവും. അതാണ് ഈ ബാലിസ്റ്റിക് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു പോലീസ് ഓഫീസർ ഒരു ബുള്ളറ്റ്, മാസ് എത്രയാണ്? 50 gram ആണ്. അതിന്റെ ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? 200 meter per second ആണ്. അത് വെടിവെച്ചു. അതിലുള്ള സ്പീഡിൽ വെടിവെച്ചു. എങ്ങോട്ടാ വെടിവെക്കുന്നത്? ഒരു സോഫ്റ്റ് പ്ലൈവുഡിലേക്കാണ് വെടിവെക്കുന്നത്. അതിന് കുറച്ച് തിക്നെസ്സേ ഉള്ളൂ, 2 centimeter തിക്നെസ്സേ ഉള്ളൂ. അപ്പൊ ആ വെടിയുണ്ട ബുള്ളറ്റ് ആ പ്ലൈവുഡ് തുളച്ച് പുറത്തേക്ക് വരും. കണ്ടോ, അതാണ് ബുള്ളറ്റ് എമർജസ് വിത്ത് ഓൺലി 10%. അപ്പൊ അത് ഇങ്ങനെ തടഞ്ഞു നിർത്തി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ആദ്യം ഉണ്ടായ എനർജി അതിന് ഉണ്ടാവില്ല. പുറത്തേക്ക് വരുമ്പോൾ എത്ര എനർജി ഉള്ളൂ? ഇനീഷ്യലിന്റെ 10% കൈനറ്റിക് എനർജി ഉള്ളൂ. അപ്പൊ നമ്മൾ എമർജന്റ് സ്പീഡാണ്, പുറത്തേക്ക് വരുന്ന ബുള്ളറ്റിന്റെ സ്പീഡാണ് നമ്മൾ കാണേണ്ടത്. നോക്കാം. ആദ്യം ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണാലോ, ഹാഫ് mv². ഹാഫ് ഇൻറ്റു എം ഇവിടെ ഗ്രാമിലാണ്, അപ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? 50/1000 ചെയ്യാം അല്ലെ? അപ്പോൾ 0.05 കിലോഗ്രാം കിട്ടും. സ്പീഡ് പിന്നെ മീറ്ററിൽ തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ്. അപ്പോൾ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 0.05 ഇൻറ്റു 200 സ്ക്വയർ ചെയ്താൽ 1000 ജൂൾ എന്ന് ഉത്തരം കിട്ടും.
ഈ പ്ലൈവുഡിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 10% ഇനീഷ്യൽ എനർജി വരും. അപ്പൊ 10% ഓഫ് 1000, അതായത് 10/100 ഇൻറ്റു 1000 ചെയ്താൽ 100 ജൂൾ എന്നാണ് കിട്ടുക. എന്താണ് ഇനി ചോദിച്ച ചോദ്യം എന്താണ്? എമർജന്റ് സ്പീഡാണ്. അതായത് ബി ഫൈനൽ അല്ലെ, ബി എഫ് ആണെങ്കിൽ അതാണ് കാണേണ്ടത്. അപ്പോൾ ഹാഫ് എം വി എഫ് സ്ക്വയർ ആണ് എന്ത്? 100 ജൂൾസ്. അതിൽ നിന്ന് വി എഫ് കാണാം. എമ്മിന്റെ വാല്യൂ അറിയാം, 50 ഗ്രാം അല്ലെങ്കിൽ 0.05 കിലോഗ്രാം ആണ്. അപ്പൊ വി എഫ് ഇസ് ഈക്വൽ ടു, ഇതിനൊന്ന് ശ്രദ്ധാക്കി എഴുതാം, 2 ഇൻറ്റു 100 ബൈ എം അല്ലെ, സ്ക്വയർ റൂട്ട് കൊടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 100 ബൈ 0.05, 63.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. A bus and a car are moving with the same kinetic energy. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. And are brought to rest by applying an equal retardation force by the braking system. Which one will come to rest at a shorter distance? സെയിം കൈനറ്റിക് എനർജി എന്ന് കണ്ടാൽ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ബസ്സിനും കാറിനും സെയിം കൈനറ്റിക് എനർജി ആണ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഈ കൈനറ്റിക് എനർജി പറഞ്ഞാൽ മിക്കവാറും വർക്ക് എനർജി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരിക. അല്ലെങ്കിൽ പിന്നെ കൈനറ്റിക് മാസൊക്കെ കണ്ടുപിടിക്കാനായിരിക്കണം ചോദ്യം. ഇതിലിപ്പോ എന്താ ചോദ്യം? ആരാണ് കുറഞ്ഞ ദൂരത്തിൽ ആദ്യം നിൽക്കുക എന്നാണ് ചോദ്യം. അപ്പൊ വർക്ക് ഡൺ സെയിം കൈനറ്റിക് എനർജി ആണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ. അപ്പൊ ഇവിടെ സെയിം കൈനറ്റിക് എനർജി ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യലും ഫൈനൽ രണ്ടുപേർക്കും ഒരേ കൈനറ്റിക് എനർജി ആണ് എന്ന് പറയുമ്പോൾ ഒരേ വർക്കാണ് അവരെ രണ്ടുപേരെയും സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെ. റിട്ടാർഡേഷൻ, നമ്മൾ ആ ആക്സിലറേഷന്റെ മുകളിൽ അവർക്ക് രണ്ടുപേർക്കും സ്റ്റോപ്പ് ചെയ്യാൻ ഒരേ വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടാർഡിങ് ഫോഴ്സ് രണ്ടുപേർക്കും കണ്ടോ, ഈക്വൽ റിട്ടാർഡേഷൻ ഫോഴ്സും ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് അറിയാൻ കേട്ടോ. സെയിം റിട്ടാർഡേഷൻ ഫോഴ്സും ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ബസ്സും കാറും will travel the same distance before coming to rest. ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ